നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് ചമഞ്ഞ് അതിഥി തൊഴിലാളികളിൽ നിന്ന് പണം തട്ടുന്ന യുവാവിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പ നിയമപ്രകാരം തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തിയ പ്രതിയെ ഒളിത്താവളത്തിൽ നിന്ന് ആളൂർ പോലീസ് പിടികൂടി. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, കൊടകര ഗ്രാമപഞ്ചായത്ത്, കൊടകര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മരം മുറിക്കുന്നതിനിടയിൽ പരിക്കുപറ്റിയ തൊഴിലാളിയെ അഗ്നിരക്ഷാ സേനയെത്തി രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ കുന്നിൽ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലീസാണെന്ന് പറഞ്ഞ് പറ്റിച്ച് മൊബൈൽ ഫോണും 18,500 രൂപയും തട്ടിയെടുത്ത സംഭവത്തിൽ യുവാവിനെ കൊടകര സിഐയും പാർട്ടിയും ചേർന്ന് പിടികൂടി. ചാവക്കാട് പാലയൂർ കറുപ്പം വീട്ടിൽ മുഹമ്മദിന്റെ മകൻ 38 വയസ്സുള്ള ഫവാദാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 24-ന് വിയ്യൂരിൽ അന്യസംസ്ഥാന തൊഴിലാളികളിൽ സമാന രീതിയിൽ 12,000 രൂപയും കഴിഞ്ഞ മാസം തന്നെ വേദനപ്പിള്ളിയിൽ നിന്ന് 17,000 രൂപയും ഇയാൾ തട്ടിയെടുത്തിരുന്നു. മോഷണം, ഭവനഭേദനം, പിടിച്ചുപറി തുടങ്ങി വിവിധ കേസുകളിൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഫവാദിനെതിരെ 42 കേസുകൾ നിലവിലുണ്ട്. കാപ്പ നിയമപ്രകാരം തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തിയ പ്രതിയെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടി. ആളൂർ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ളയാളും മാനാട്ടുകുന്ന് സ്വദേശിയുമായ മുറി രതീഷ് എന്ന 42 വയസ്സുള്ള രതീഷിനെയാണ് റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ റൂറൽ SPയുടെ റിപ്പോർട്ടിനെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG 6 മാസത്തേക്ക് ജില്ലയിൽ നിന്ന് നാടുകടത്തി ഉത്തരവിറക്കിയിരുന്നു. ഇത്തരം ആളുകൾ ജില്ലയിൽ പ്രവേശിക്കുന്നത് നിരീക്ഷിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് അറസ്റ്റിലായത്. വരന്തരപ്പള്ളി കാരികുളത്താണ് ഇയാൾ ഒളിവിൽ താമസിച്ചു വന്നിരുന്നത്. ഞായറാഴ്ച രാത്രിയാണ് ഇയാളെ പിടികൂടിയത്. കാപ്പ നിയമലംഘന നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ്, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, ഹരികൃഷ്ണൻ, U ആഷിഖ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, കൊടകര ഗ്രാമപഞ്ചായത്ത്, കൊടകര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മനക്കുളങ്ങര പകൽ വീട്ടിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. കൊടകര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനില, 19-ാം വാർഡ് അംഗം MM ഗോപാലൻ, ഫാർമേഴ്സ് ബാങ്ക് പ്രതിനിധി റോസിലി പാപ്പച്ചൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് തണൽ പ്രസിഡന്റ് MO ഡേവിഡ്, സ്വയംപ്രഭ ഹോം കെയർ ടേക്കർ സുജിത തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ APHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാർത്തിക് കൃഷ്ണൻ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും വാർദ്ധക്യത്തിൽ ആരോഗ്യം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആളൂർ ഹോമിയോ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ യോഗ ട്രെയിനർ സുകുമാരൻ വയോജനങ്ങൾക്ക് പ്രത്യേകമായി യോഗ പരിശീലനം നൽകി. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാള മടത്തുംപടി സ്വദേശി വാഴക്കൂട്ടത്തിൽ വീട്ടിൽ 45 വയസ്സുള്ള സന്തോഷിനെയാണ് ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷും ആളൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. വീട് കുത്തി തുറന്ന് മോഷണം, വാഹന മോഷണം, ക്ഷേത്രങ്ങളിലും പള്ളികളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ ചോറ്റാനിക്കരയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആളൂർ, പുത്തൻവേലിക്കര സ്റ്റേഷനുകളിൽ പിടികിട്ടാപ്പുള്ളിയാണ് ഇയാൾ. മോഷണങ്ങൾ നടത്തിയ ശേഷം പല സ്ഥലങ്ങളിലായി മാറി താമസിക്കുന്ന ഇയാളെ മാസങ്ങളായി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ഇടയ്ക്കിടെ മൊബൈൽ നമ്പറുകൾ മാറ്റിയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പുത്തൻവേലിക്കര, മാള, ആളൂർ, ചാലക്കുടി, വരന്തരപ്പള്ളി, വെള്ളിക്കുളങ്ങര, പേരാമംഗലം, മതിലകം, ചെങ്ങമനാട്, നോർത്ത് പറവൂർ സ്റ്റേഷനുകളിലടക്കം നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ആളൂർ SI KS സുബിന്ദ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ SI ജോജി അല്ലേശു,
സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, AV സവീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വെള്ളാഞ്ചിറ പൊരുന്നുചിറ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ കുളത്തിനരികിൽ പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ ആളൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിലെയും 21-ാം വാർഡിലെയും 400ഓളം വരുന്ന വീട്ടുകാർക്ക് ജലസേചന വകുപ്പ് വിതരണം ചെയ്യുന്നത് ഈ കുളത്തിലെ മലിനജലമാണ്. MLA ആയ മന്ത്രിയുടെ മണ്ഡലത്തിൽ വരുന്ന ഈ കുളം നവീകരിക്കണമെന്നാവശ്യപ്പെടുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും 7 വർഷമായി ഈ കുളം വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എലിപ്പനി മൂലം 4 പേർ ഈ വാർഡിൽ മരണപ്പെട്ടിട്ടും അധികാരികൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന മലിനജലത്തിനും ജലസേചന വകുപ്പിന് കൃത്യമായി പണം നൽകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. മഞ്ഞ നിറത്തിലുള്ള മലിനജലമാണ് യാതൊരുവിധ ശുചീകരണവും നടത്താതെ പമ്പ് ചെയ്ത് വീട്ടുകാർക്ക് ജലസേചന വകുപ്പ് അധികാരികൾ നൽകുന്നത്. ഇതിനെതിരെ പരിസരവാസികൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അധികാരികൾ തയ്യാറാവുന്നില്ല. മഴക്കാലമായതോടെ പരിസരങ്ങളിലുള്ള മുഴുവൻ അഴുക്കും കുത്തിയൊലിച്ച് കുളത്തിൽ എത്തിച്ചേരുകയാണ്. ഈ മലിനജലമാണ് വീടുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തു നൽകി. വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലെ കുളം നവീകരിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി R. ബിന്ദുവിനോട് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും MLA കൂടിയായ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. പ്രതിഷേധ സമരത്തിന് സുരേഷ് AV, സുനിലൻ പീണിക്കൽ, TK ശശി, അപ്പുക്കുട്ടൻ, സുനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അവിടെ പമ്പ് ഹൗസ് പണിയുണ്ട്, അല്ല ടാങ്ക് പണിയുണ്ട്. അവിടെ നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ആ ടാങ്കിനെ തറക്കല്ലിട്ട് പരിപാടി കഴിച്ചു, തറക്കല്ലിട്ടു. അതിൻ്റെ തുടങ്ങാണ് ഇതന്നെ എവിടെ ഞങ്ങളിങ്ങനെ കോഴിക്ക് പോലെ കാത്തിരിക്കും. ഇന്ന് വരും നാളെ വരുന്നുണ്ട്. ഇനി നിവർത്തില്ല, ഗതികെട്ടതാണ്. മരം മുറിക്കുന്നതിനിടയിൽ പരിക്കു പറ്റിയ തൊഴിലാളിയെ അഗ്നിരക്ഷാസേനയെത്തി രക്ഷപ്പെടുത്തി. കോടശ്ശേരി എലിഞ്ഞിപ്രയിൽ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു സംഭവം. തിരുത്തുമ്മൽ കല്യാണിയുടെ വീട്ടുവളപ്പിലെ 45 അടിയോളം ഉയരമുള്ള മഹാഗണി മരത്തിന്റെ ചിലകൾ മുറിക്കുന്നതിനിടെ മേലൂർ സ്വദേശി 49 വയസ്സുള്ള ബേബിക്കാണ് പരിക്കു പറ്റിയത്. ഉടനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി വലയിൽ ബേബിയെ താഴെ ഇറക്കുകയായിരുന്നു. KSEB കൊടകര ഓഫീസിൽ ഉപഭോക്താക്കളുടെ ക്യാഷ് കളക്ഷൻ സമയം പുനർക്രമീകരിച്ചിരിക്കുന്നു. ബുധനാഴ്ച മുതൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 3 മണി വരെയും പണം അടയ്ക്കാൻ സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാം തുറന്നു. വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ചൊവ്വാഴ്ച രാവിലെ 11-ന് ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. സെക്കൻഡിൽ 1.15 ഘനമീറ്റർ എന്ന തോതിൽ കുറുമാലിപ്പുഴയിലേക്ക് ജലം ഒഴുക്കിവിടുകയാണ്. ഇതുമൂലം പുഴയിൽ 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. കരുവന്നൂർ, കുറുമാലിപ്പുഴകളുടെ തീരങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് ചമഞ്ഞ് അതിഥി തൊഴിലാളികളിൽ നിന്ന് പണം തട്ടുന്ന യുവാവിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പ നിയമപ്രകാരം തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തിയ പ്രതിയെ ഒളിത്താവളത്തിൽ നിന്ന് ആളൂർ പോലീസ് പിടികൂടി. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, കൊടകര ഗ്രാമപഞ്ചായത്ത്, കൊടകര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മരം മുറിക്കുന്നതിനിടയിൽ പരിക്കുപറ്റിയ തൊഴിലാളിയെ അഗ്നിരക്ഷാസേനയെത്തി രക്ഷപ്പെടുത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.